മാർച്ച് 1-ാമത്തെ ഞായറാഴ്ച സ്ത്രീജനസഖ്യ ഞായറാഴ്ചയായിട്ട് ആചരിക്കുക. ഈ ആചരണത്തിൽ അടിയന് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും അതുപോലെ ചർച്ച കമ്മിറ്റിക്കാരോടും പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫെലോഷിപ്പിനോടും പ്രത്യേകിച്ചും സ്ത്രീജന സത്യാഗ്രഹങ്ങളോടുള്ള എല്ലാ നന്ദിയും ഞാൻ ഈ സമയത്ത് കരുതുന്നു. സ്ത്രീജനങ്ങൾക്ക് ഒരു ഞായറാഴ്ച നിന്ന് വരുന്നത് വളരെ സന്തോഷം. അടിയന് ഈ ദേവാലയത്തിൽ സാക്ഷിയായി നിൽക്കാൻ വരുന്ന സമയത്തിനായി ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യോഹന്നാൻ 4-ാം അധ്യായം 24-ാം വാക്യം. മാനവ ചരിത്രത്തോളം പഴക്കമുള്ളതും പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതവും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകവുമാണ് ആത്മാവിലുള്ള ആരാധന. ഏത് ദേശത്തും ഏത് കാലത്തും ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വന്ദനം, അതുപോലെ തന്നെ സ്തോത്രം, സ്തുതി, മഹത്വം, അപേക്ഷ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ആരാധന അല്ലെങ്കിൽ വർഷിപ്പ് എന്ന വാക്ക് രൂപപ്പെട്ടത് വെർസൈസിക് എന്ന പഴയ ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം വർക്കിനസ്, വർഷിപ്പ് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പിന്നെ അർഹിക്കുന്നതിന് കൊടുക്കുന്ന ആദരം അല്ലെങ്കിൽ ബഹുമാനം എന്നാണ് ഇതിന്റെ വേറൊരു അർത്ഥം. ഗ്രീക്കില് പ്രൊസ്ക്യൂനിയോ എന്ന വാക്കാണ് ആരാധന എന്നതിന് കാണുന്നത്. അനുസരണം കാണിക്കുക, അതുപോലെ തന്നെ ബഹുമാന പുരസ്കാരം, അതുപോലെ സാഷ്ടാംഗം പ്രണാമം ചെയ്യുക, പിന്നെ ഭക്തിയോടെ ആദരിക്കുക, പിന്നെ പ്രകടിപ്പിക്കുക, നമസ്കരിക്കുക എന്നിവയാണ് ഇവരിൽ നിന്നൊക്കെ അർത്ഥമാക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തോട് കൃതജ്ഞതയും അതുപോലെ ഭക്തി, വിശ്വസ്തത എന്നിവ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ആരാധന ഉടലെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളതൊന്നും ചിന്തിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബഹുമാനത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാണെങ്കിൽ ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കും. നമ്മൾ മാനിക്കും, നമ്മളെ ഏറ്റവും മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ തീരും. അതേസമയത്ത് നമ്മൾ ദൈവ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നമ്മൾ അലസ സ്വഭാവമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരാധനയിൽ നമ്മളത് പങ്കാളികളാകുന്നില്ല. അതിനോടൊപ്പം നമ്മളത് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള പ്രവൃത്തിയല്ലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ തിരുവെഴുത്തിൽ ആരാധന എന്ന പദം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ലാണ്. ആദാമിന് 130 വയസ്സായപ്പോൾ ജനിച്ച ശേത്തിന്റെ മകൻ ഏനോസിന്റെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ല് ഈ പദം ആവർത്തിക്കുന്നുണ്ട്. എബ്രായ പദത്തിന് അതിനൊരു വേർഡുണ്ട്. എബ്രായ പദത്തില് ഷാക്കാൽ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഭക്തി ആദരങ്ങൾ സമർപ്പിക്കുക, നമ്മൾ നല്ല ഭക്തിയോടുകൂടി, പിന്നെ അതുപോലെ ബഹുമാനിക്കുക, വണങ്ങുക, നമസ്കരിക്കുക, നിലം വരെ കുനിയുക എന്നിവയാണ്. പഴയ നിയമകാലത്തൊക്കെ ചെയ്തിരുന്നു. നമ്മളിപ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുക, നമ്മളെങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നല്ല കുഷ്യൻ, നല്ല സീറ്റുകളുണ്ട് അല്ലെ. നമ്മളൊക്കെ പണ്ടൊക്കെ തറയില് നല്ല പായില് നല്ല വിരിച്ച് നമ്മൾ അപ്പനും അമ്മയും മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല അല്ലെ. ഇപ്പൊ നമ്മള് പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഓരോരോ ചെയറുകളിൽ അല്ലെ. അങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടി, ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടി അങ്ങനെയല്ല. കൂട്ടത്തോടെ എളിമയോടുകൂടെ ദൈവസന്നിധിയിൽ ആത്മാവിലും അതുപോലെ തന്നെ സത്യത്തിലും നമസ്കരിക്കാനായിട്ട് നമ്മൾ ശോധന ചെയ്യുക. ഞാൻ ചെയ്യുന്നത് എത്രത്തോളം ശരിയായ രീതിയിൽ ഞാൻ എൻ്റെ ആരാധന കഴിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്തുതിക്കുക. നമുക്ക് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി നമ്മൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്തോത്രം പറയുക. അതുപോലെ തന്നെ എപ്പോൾ നമുക്ക് ഏത് സമയത്തും നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ സൺഡേ അച്ഛൻ പറഞ്ഞു, നമുക്ക് എവിടെ സൺഡേയിലല്ല, കഴിഞ്ഞ ദിവസം പ്രസവത്തിൽ ആ അച്ഛൻ എവിടെയും എനിക്ക് ഇരുന്ന് ആരാധിക്കും, ഏത് സമയത്തും. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ വീട്ടില് ഞാൻ ഹസ്ബൻഡും മക്കളും കുട്ടികളായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ദൂരെയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു എൻ്റെതായ ഒരു കാര്യം പറയാം.
എനിക്ക് എപ്പോഴും ഈ ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന നമ്മുടെ ടി വിയില് നല്ല പാട്ടുകളുണ്ട്, നല്ല പാട്ടുകൾ. അത് നമ്മുടെ ഭവനത്തില് നല്ല ഉറക്കെ വെക്കും. ഉറക്കെ വെച്ച് കഴിഞ്ഞാൽ ഭവനത്തിൽ അത് മുടങ്ങി കേൾക്കും. അതുപോലെ നമ്മൾ ഏത് സ്ഥലത്തിരിക്കുന്നോ, പറമ്പിലാണെങ്കിലും കൃഷിസ്ഥലത്താണേലും ആ പാട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? അത് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മളത് ഒരു അല്ലെ, അതൊന്ന് ഓർക്കുക. നിങ്ങൾ ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. മനസ്സിന് വളരെ സമാധാനമായിരിക്കും. അങ്ങനെ നമുക്ക് എവിടെ ഇരുന്നാലും നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. പഴയ നിയമകാലത്ത് രഹസ്യാരാധന, അതുപോലെ തന്നെ കുടുംബാരാധന, രഹസ്യാരാധന എന്നീ ഭാഗങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെസഹ പെരുന്നാളിന് കുടുംബാരാധനയ്ക്കായിരുന്നു പ്രാധാന്യം. യാഗങ്ങളൊക്കെ അന്ന് നടത്തപ്പെട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി ജനങ്ങൾ യഹോവയുടെ സന്നിധിയിൽ വരുന്നത് ഭയത്തോടും വിറയലോടും ഭക്തിയാദരവോടുമായിരുന്നു. ഞങ്ങളൊക്കെ പള്ളിയിൽ പോയി കുട്ടിക്കാലത്ത് പള്ളിയിൽ കയറുമ്പോൾ ഈ പ്രായമുള്ളവരെ നമ്മൾ പേടിച്ചാൽ അവരുടെ വായിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കേൾക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പള്ളിക്കകത്ത് കയറുമ്പോൾ അതുപോലെ സംസ്കൃതി പോയിരിക്കുമ്പോൾ ഏത് കാര്യത്തിൽ ആണെങ്കിലും നമുക്ക് പ്രായമുള്ളവരുടെ ഒരു പേടിയുണ്ടായിരുന്നു. പേടിയുള്ളവരോട് എന്ത് ചെയ്യും? നമ്മൾ അനുസരണയോടുകൂടി പള്ളിയിൽ കയറാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ബഹളങ്ങൾ ഉണ്ടാക്കാതെ, സൗണ്ടുകൾ ഉണ്ടാക്കാതെ നല്ല ശാന്തമായിട്ട് ആരാധിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ സൗണ്ടിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വരാതെ നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ശാന്തമായി പൂർണ്ണ മനസ്സോടും അതുപോലെ തന്നെ എളിമയോടുകൂടെ, നമ്മൾ അഹങ്കാരികളായിരിക്കാതെ എളിമയോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ ആവലാതികൾ ദൈവത്തോട് അർപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നല്ല ഭക്തി ഉണ്ടായിരിക്കും. നമ്മളിപ്പം പള്ളിയിൽ കയറുകയാണെങ്കിൽ ഞാൻ പല സ്ഥലത്ത് പല ജില്ലകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ പള്ളിയിൽ ചെന്നാലുള്ള ഓരോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത്. ചില പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് ഊരണം, നമുക്ക് ആ ചെരുപ്പ് ഇട്ട് കയറാം. പല കാലങ്ങളിലൊക്കെ ചെരുപ്പ് ഊരുക, പിന്നെ അതുപോലെ തന്നെ മുട്ട് കുത്തുക, മാറത്തെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിന്നെ മുഖം മൂടുക, പിന്നെ അതുപോലെ സാഷ്ടാംഗം വീഴുക എന്നിവയൊക്കെയായിരുന്നു പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോഴും നമുക്ക് ചെയ്യാം അല്ലെ. നമ്മുടെ പള്ളിയിൽ ആരും പാദരക്ഷ കൊണ്ട് കയറുന്നില്ല. വളരെ സന്തോഷമാണ്. ചില പള്ളിയിൽ എഴുതി വെക്കും, എത്ര എഴുതി വെച്ചാലും പാദരക്ഷ കൊണ്ട് കയറുന്നുണ്ട്. പിന്നെ ചിലർക്ക് രോഗമായിരിക്കാം, എനിക്ക് പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മുടെ പാദരക്ഷകൾ ഊരുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ മുഖം മൂടിയ പ്രാർത്ഥന, മുഖം മൂടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ദൈവത്തോട് മാത്രമുള്ള ഒരു യാചനയായിരിക്കും. പിന്നെ അതുപോലെ സാഷ്ടാംഗം വീഴുക, സാഷ്ടാംഗം വീണ് അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതുപോലെ ആവർത്തന പുസ്തകത്തില് 6-ാം അധ്യായം 4-5 വാക്യം ഇപ്രകാരം പറയുന്നു: ഇസ്രായേലിൽ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. യഹോവ ഏകൻ എന്ന 4-ാം വാക്യം യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണമായിരുന്നു. ക്ഷേമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശ്വാസ പ്രമാണം രാവിലെ ഉണരുമ്പോഴും രാവിലെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും അവര് അത് ഏറ്റു ചൊല്ലുന്ന നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലും അല്ലേ. ചില ദുഃഖ സമയങ്ങളിൽ നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലും. നമുക്കൊരു പേടി വരുമ്പോഴും നമ്മളൊരു വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പറഞ്ഞൊന്നും ആകാം. വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലും. കാലത്തും വൈകിട്ടും നമ്മൾ ആ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ആ വിശ്വാസ പ്രമാണത്തില് അധിഷ്ഠിതമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളില്. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാനം 3 കാര്യങ്ങളാണ്. അതില് 1 ഏകത്വം, പിന്നെ 2 ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല, പിന്നെ 3 യഹോവഭക്തിയിൽ നിന്ന് ഉളവാകുന്ന സമ്പൂർണ്ണ അനുസരണം. പിന്നെ അതിലുപരി സർവോപരി ഇവയിൽ അധിഷ്ഠിതമായത് ഏകാഗ്രത. നമ്മള്
സന്നിധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഏകാഗ്രത വന്നു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാനായിട്ട് നമുക്ക് ഒരു മടിയും ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ആത്മാവിലുള്ള ആരാധന എന്ന ചിന്താഗതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭയുടെ ആരാധനക്രമം എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അതനുസരിച്ചാണ് നമ്മുടെ ആരാധനക്രമം രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രിഗേഷണൽ, പ്രെസ്ബിറ്റേറിയൻ എന്നീ സഭകൾ ചേർന്നാണല്ലോ 1947 സെപ്റ്റംബർ 27 ദക്ഷിണേന്ത്യ സഭ രൂപീകൃതമായിരുന്നു. ഈ സഭകളുടെ ആരാധനക്രമം എന്ന് പറയുന്നത് അതിലെ അഭിപ്രായങ്ങളും ദൈവശാസ്ത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴമായ ദൈവശാസ്ത്രങ്ങൾ വിശ്വാസങ്ങൾ കൊണ്ടും നമ്മുടെ ആരാധനക്രമം സമ്പുഷ്ടമാണ്. നല്ല രീതിയിലുള്ള ആരാധനക്രമം പല സഭകളിലുള്ള ആരാധനക്രമങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആംഗ്ലിക്കൻ സഭയുടെ അത് വ്യത്യസ്തമുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് CSI സഭയുടെ ആരാധനക്രമം. പിന്നെ ദക്ഷിണേന്ത്യ സഭ ഒരു നവീകരണ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സഭയായതിനാൽ ദക്ഷിണേന്ത്യ സഭയുടെ എല്ലാ ഉപദേശങ്ങളുടെയും അടിസ്ഥാനം സത്യവേദ പുസ്തകമാണ്. സത്യവേദ പുസ്തകത്തിലല്ലാതെ വേറെ ഒരു കാര്യങ്ങളും അതിനോട് ഉൾപ്പെടുത്തിയിട്ടുള്ള ആരാധനമാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ലാംബ ചതുർപ്രമാണം സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലുള്ളത് നമുക്ക് രക്ഷയ്ക്കുള്ളതാണല്ലോ. പിന്നെ അതുപോലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എല്ലാ മാനദണ്ഡങ്ങളും ഇതേക്കുറിച്ചാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളാണ്. എല്ലാത്തിൻ്റെയും മൂലകം എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളാണ്. ബൈബിൾ അനുസരിച്ചുള്ള ആരാധനക്രമങ്ങളും ചിട്ടകളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ ആരാധന ക്രമീകൃതമായി നടത്തപ്പെടുന്ന ഒന്നാണ്. അതിനായി ഉപയോഗിക്കുന്ന ക്രമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ലിറ്റർജി. ഈ പദം ലൈറ്റോസ് എന്നും എർഗോസ് എന്നും 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നതാണ്. ലൈറ്റോസ് പബ്ലിക് എന്നും എർഗോസ് ഡ്യൂട്ടി എന്നുമാണ് അർത്ഥം. എ പബ്ലിക് ഡ്യൂട്ടി പെർഫോംഡ് വോളണ്ടറിലി. സൃഷ്ടി സ്വമേധയാ സൃഷ്ടാവിനോട് ചെയ്യേണ്ട കർത്തവ്യമാണ് ആരാധന. സൃഷ്ടി സ്വമേധയാ സൃഷ്ടാവിനോട് ചെയ്യേണ്ട കർത്തവ്യമാണ് ആരാധന. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-13 വാക്യത്തില് സ്വർഗത്തിൽ 24 മണിക്കൂർ നടക്കുന്ന സ്വർഗീയ ആരാധനയെ കുറിച്ചാണ്. ഈ ആരാധനയിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടികളിലും പങ്കാളികളാകുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുമായ ആരാധന. നാമും സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാണ്. നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതം എത്ര നാളുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ജീവിതം കഴിഞ്ഞിട്ട് നമുക്കൊരു ജീവിതമുണ്ട്, അത് സ്വർഗത്തിലാണ് അല്ലെ. പരമോന്നതമായ ആ സ്വർഗ സന്നിധിയിൽ നമുക്ക് എത്തിച്ചേർന്ന് നല്ലതുപോലെ ദൈവത്തെ ആരാധന പാടി മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ദൈവീയ സാന്നിധ്യ ബോധത്തോടുകൂടി തന്നെ ആരാധനയും പ്രാർത്ഥനയും മാത്രമേ ദൈവം നമ്മുടെ എല്ലാം സ്വീകരിക്കുകയുള്ളൂ. ആരാണ് പരിശുദ്ധാത്മാവ്? പിതാവിനോടും പുത്രനോടും കൂടെ വർണ്ണിക്കപ്പെട്ട് മഹത്വപ്പെടുത്തുന്നതും തൃത്വത്തിൽ മൂന്നാമനുമായ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും കർത്താവിന്റെ അന്ത്യത്താഴ സമയത്ത് ശിക്ഷഗണങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതാണ്. ഇതിന് 3 വാക്യങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ഒന്ന് കാര്യസ്ഥൻ, അതുപോലെ പിന്നെ രണ്ടാമത്തേത് സത്യത്തിന്റെ ആത്മാവ്, 3 പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആസ്പദമാക്കിയിട്ടുള്ളതാണ് കൂടുതലും ഈ വേദവാക്യത്തിൽ പറയുന്നത്. യോഹന്നാൻ 14-ാം അധ്യായം 14 പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പിന്നെ 26-ാം വാക്യം, സകലവും ഉപദേശിച്ചു തരുന്നവനും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവനും. 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നവൻ. മാത്രമല്ല നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷാപാതം ചെയ്യുന്ന മധ്യസ്ഥനായി കാണുന്നു. നമ്മൾക്ക് മാതാവിനോടും പിതാവിനോടും ഭർത്താവിനോടും മക്കളോടും ഒന്നും പറയാത്ത കാര്യങ്ങൾ നമുക്ക് ആരോട് പറയാൻ പറ്റും? നമ്മുടെ മധ്യസ്ഥനായ യേശുവിനോട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുക, കുഞ്ഞിലെ മുതലേ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥനയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണാത്മാവോടുകൂടി കൈയടിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീട്ടിൽ ആരാധിക്കാം, അല്ലെ? ദൈവത്തിന്റെ പ്രീതിയാണ്. ദൈവത്തെ സന്തോഷപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രാർത്ഥിച്ചും കൈയടിച്ചും മുട്ടുമടക്കിയും അതുപോലെ സാഷ്ടാംഗം വീണും നമസ്കരിച്ചും മാറത്തടിച്ചും എങ്ങനെ വേണേലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മളത് അങ്ങനെ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊരു വലിയൊരു വിടുതലായിരിക്കും നമുക്കുണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പെന്തക്കോസ്ത് ചർച്ചകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോലും അവരുടെ കൂടെ ഇരുന്ന് കൈയടിച്ചു. നമ്മളിവിടെ കൈയടിക്കാൻ ചിലപ്പോൾ മടി കാണിക്കും. അവരുടെ കൂടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു മടിയില്ല. അവർ കണ്ണടച്ച് കൈയടിക്കുകയാണ്. അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പക്ഷേ കൈയടിക്കുമ്പോൾ ചെറിയൊരു മടി വരും, അല്ലെ? എവിടെ പോയാലും കൈയടിക്കാൻ. കൈയടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്, മനസ്സിന് നല്ലത്, പിന്നെ നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് കൈയടിച്ചുള്ള പ്രാർത്ഥന. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൈവം മധ്യാകാശത്ത് വരുമ്പോൾ, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുകയും ജീവനുള്ളവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. നമുക്ക് എന്തായാലും ഒരു മരണം ഉണ്ടെന്നുള്ള സുനിശ്ചിതമാണ്, അല്ലെ? ജനിച്ചാലൊരു മരണമുണ്ട്. ആ മരണം ഈ ലോകത്തിൽ നമ്മൾ കഷ്ടപ്പാടുകളാണെങ്കിലും നമുക്ക് ആ പരലോകത്ത് ചെല്ലുമ്പോഴെങ്കിലും കഷ്ടതയില്ലാത്ത നല്ല ഒരു ജീവിതം ജീവിക്കാനായിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. 1-ാം പാഠമായി വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനത്തിൽ 4-5 വാക്യം ഇപ്രകാരമാണ്. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്നൊരു സ്ഥലം മോറിയാമല കണ്ടു. അബ്രഹാം ബാല്യക്കാരനോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിക്കും, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അതൊരു വലിയൊരു, നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു സത്യം പറയുന്ന സങ്കടവും സന്തോഷവും നമുക്കൊരു പ്രത്യാശയും അനുഗ്രഹവും എല്ലാം തരുന്ന ഒരു, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു മകൻ ഉണ്ടായിട്ട് ആ മകനെ നീ യാഗം അർപ്പിക്കാനായിട്ട് ദൈവം കൽപ്പിക്കുമ്പോൾ അത് ആ മകനെയും കൊണ്ട് ആ അപ്പൻ യാഗപീഠത്തിന്മേൽ പോകുന്ന കാര്യം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നോട് കുറെ നാളുകൾക്ക് ശേഷം ഒരു കൊച്ചിനെ കിട്ടിയിട്ട് ആ കൊച്ചിനെ കൊണ്ടുപോയി യാഗം കഴിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ അത് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആറ്റുനോറ്റുണ്ടായൊരു കുട്ടി. പക്ഷെ അതിലുപരി അബ്രഹാമിന്റെ വിശ്വാസം അതിനകത്ത് ഉറപ്പിച്ച് കാണിക്കുന്നുള്ളതാണ്. മകനെയും കൊണ്ട് മോറിയാമലയ്ക്ക് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ കൂടെ പോകുന്നവരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങളിവിടെ ആരാധന കഴിച്ചിരിക്കുക, ഞാൻ പോയി യാഗം അർപ്പിച്ചു വരാം. അപ്പോൾ ഹോമയാഗത്തിലുള്ള വിറക് എടുത്ത് മകനെയും കൂട്ടി അപ്പൻ പോവുകയാണ്. അപ്പൊ എന്തെല്ലാം ചിന്തിച്ചു കാണും അപ്പനല്ലേ? അതുപോലെ മോൻ ചിന്തിക്കുന്നത് എവിടെയാണ് ആട്ടിൻകുട്ടി എന്നാണ്. ഇങ്ങനെ ഈ പോകുന്ന സമയത്ത് ആട്ടിൻകുട്ടി ഇല്ലാതെ പോകുമ്പോൾ അത് എവിടുന്നാണ് ഇനി ആട്ടിൻകുട്ടി ഉണ്ടാകുക എന്നുള്ളതാണ് മോന്റെ ചിന്ത. അപ്പൊ അപ്പന് അതെല്ലാം ദൈവം കരുതിക്കൊള്ളുന്നുള്ള ആ ഒരൊറ്റ ഉറച്ച വിശ്വാസത്തിൽ തന്നെ അബ്രഹാം അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് മകൻ ചോദിക്കുമ്പോൾ അപ്പൻ പറയുന്നത്, ദൈവം നിനക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്നായിരുന്നു. എന്നാൽ അവർ മോറിയാമലയിലെത്തിയപ്പോൾ അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി എല്ലാം വെച്ചു. തൻ്റെ മകനെ കെട്ടി യാഗപീഠത്തിൻ്റെ ഉള്ളിൽ വെച്ചു. ഒന്ന് ഓർത്തു നോക്കിക്കുക ആ രംഗം. നമ്മളൊന്ന് അതങ്ങനെ ചിന്തിച്ചു നോക്കുക. ഒരു മോനെ കൊണ്ടുപോയിട്ട് കാണിച്ചു, ജീവനുള്ള ഒരു മോനാന്ന് നോക്കണം. ആ മോനെ കൊണ്ടുപോയി കൈയൊക്കെ ബന്ധിച്ച് എല്ലാം അവനെ യാഗപീഠത്തിന് വേണ്ടി അവനെ കിടത്തിയിരിക്കുകയാണ്. അപ്പം യാഗപീഠത്തിന് കിടത്തിയ ആ സമയത്ത് അബ്രഹാം വാളെടുത്ത്
മകനെ അറുക്കാനായിട്ട് തുടങ്ങുമ്പോൾ, കത്തിയെടുത്ത് അറുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം അപ്പൊ ഒന്നും ചിന്തിച്ചില്ല, ഒന്നും ചിന്തിക്കാതെ വാളെടുത്ത് അറുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളുമെന്ന് നേരത്തെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് ചുറ്റും നോക്കാതെ, ഒരു സ്ഥലവും നോക്കാതെയാണ് അബ്രഹാം തൻ്റെ കുഞ്ഞിനെ അറുക്കാനായിട്ട് കത്തി ഓങ്ങുമ്പോൾ എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ കൽപ്പന അവൻ അവിടെ അനുസരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദൈവം പറഞ്ഞു ബാലന്റെ മേൽ കൈവെക്കരുതെന്ന്. അങ്ങനെ ബാലന്റെ മേൽ കൈവെക്കാതെ ആ ഓങ്ങുന്ന സമയത്താണ് നോക്കണം. അപ്പൊ കിടക്കുന്ന കുഞ്ഞ് എന്ത് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, പിതാവ് എന്ത് ചിന്തിച്ചെന്ന് അറിഞ്ഞൂടാ. എങ്കിലും ദൈവം പറഞ്ഞ കൽപ്പന അബ്രഹാം നിറപടിയായിട്ട് പാലിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിനെ ആട്ടിൻകുട്ടി എവിടെയുണ്ടോ എന്ന് നോക്കിയിട്ടുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പരിഭ്രമമോ പരാതിയോ ഒന്നുമില്ലാതെയാണ് ഇത് ചെയ്യുന്നത്. സ്വന്തം പുത്രനെ യാഗം കഴിപ്പിക്കാനായിട്ട് അബ്രഹാം ഒരുങ്ങിയത്. നമുക്കതുപോലെ തന്നെയുള്ള മനസ്സായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സ്വന്തം പുത്രനെ ആദരിക്കാത്തവൻ എന്ന നിലയിൽ അബ്രഹാം ദൈവത്തിന് സദൃശൻ എന്ന് കാണാം. അതുപോലെ തന്നെ മരണത്തോളം അനുസരണമുള്ളവനായി ഇസ്ഹാക്കിന് പകരമായി അർപ്പിക്കപ്പെട്ട ആട്ടുകൊറ്റൻ, നമുക്ക് പകരമായി യാഗമായി അർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിനും മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ ഇസ്ഹാക്കിന് തിരിച്ച് ലഭിച്ചത്. ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് സദൃശ്യമായിട്ട് കാണാം. ഇത് ശരിക്കും പറയുന്ന യാഗം കഴിച്ച് ആ കുഞ്ഞ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ നടത്തിയത്. സുവിശേഷ ഭാഗം യോഹന്നാൻ 4-ാം അധ്യായം 3-26 വരെയുള്ള ഭാഗത്തിൽ യേശുവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം വളരെ ശ്രദ്ധേയമാണ്. 24-ാം വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നുള്ളതാണല്ലോ. അതാണ് നമ്മുടെ പൊതുവാക്യം. ഇവിടെ സത്യാരാധനയെ കുറിച്ചും അതുപോലെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യവും വ്യക്തവുമായി പ്രതിപാദിക്കുന്ന സംഭാഷണമാണ്. പിന്നെ അതുപോലെ തന്നെ 3 സൂചനകളാണ് നമുക്ക് കർത്താവ് നൽകുന്നത്. ഇതിൽ നിന്ന് ആരാധിക്കുന്നവർ അറിയണം. ആരാധിക്കുന്നവര് ആരാധിക്കുന്നവനെ അറിയണം. അതുപോലെ തന്നെ നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. സത്യാരാധനയ്ക്ക് സ്ഥലകാലങ്ങൾ അപ്രസക്തമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 22 കാണുന്നു. ആരാധനയിൽ ദൈവത്തെ ഏകാഗ്രതയിൽ മുഖാമുഖമായി ദർശിക്കണം എന്ന് 4-ാം അധ്യായത്തിൽ 23 അത് കാണുന്നു. ആരാധിക്കുന്നവനെ കൃത്യമായിട്ട് അറിഞ്ഞ് ഏകാഗ്ര ഹൃദയത്തോടെ, അതുപോലെ തന്നെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ ദൈവപ്രസാദം ലഭിക്കുകയുള്ളൂ. ഇവിടെ ശമരിയ സ്ത്രീ ആദ്യം കർത്താവിനെ യഹൂദൻ എന്ന് പറയുന്നു, അത് കഴിഞ്ഞ് യജമാനൻ എന്ന് തിരിച്ചറിയുന്നു, പിന്നെ പ്രവാചകനായിട്ട് തിരിച്ചറിയുന്നു, മശിഹ എന്നറിയുന്നു. ക്രിസ്തു സാക്ഷാൽ ലോകരക്ഷിതാവ് ആണെന്ന് ശമരിയ സ്ത്രീ മാത്രമല്ല, അവളുടെ വാക്കിനാൽ ശമരിയ നിവാസികളും അറിയുകയും സാക്ഷീകരിക്കുകയും ചെയ്യുന്നതിന് കർത്താവ് എന്റെയും രക്ഷിതാവും കർത്താവുമാണെന്ന് നമുക്ക് ധൈര്യമായി പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന് നമുക്ക് അങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സ്തുതിയും സ്തോത്രവും ദൈവ മുൻപാകെ ആരാധകന് ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് സ്തുതി, അതുപോലെ തന്നെ രണ്ടാമത്തേത് സ്തോത്രം. സ്തുതി എന്ന് പറയുന്നത് പ്രൈസ്, രണ്ടാമത്തെ സ്തോത്രം. സ്തുതി എന്നത് ദൈവം മഹത്വത്തിൽ എന്താണോ അതിനോടുള്ള സൃഷ്ടിയുടെ പ്രതികരണമാണ്. കർത്താവേ നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതാണ് സ്തുതിയുടെ അംശം. നമ്മൾ എപ്പോഴും സ്തുതിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്തോത്രം പറയുന്നത്. സ്തോത്രം ഇടവിടാതെ നമ്മൾ പറയണം. സ്തുതിക്കുന്നു എന്ന് പറയാം. നമ്മൾ ഏത് സാഹചര്യത്തിലും ബസ് യാത്രയിലാണെങ്കിൽ തന്നെയും നമുക്ക് എന്തെങ്കിലും നമ്മുടെ നല്ല നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ സ്തോത്രം പറയണം. പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ, അതുപോലെ നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് സ്തോത്രം പറയാനായിട്ട് നമ്മൾ നല്ല ബലമുള്ള കരങ്ങളാലായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ആകണം. നമുക്ക് ആ സ്തോത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എനർജി കൂടുക ചെയ്യും. അതുപോലെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോഴും അതെ, ആ
അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല വേണ്ട വിധത്തിൽ ശരീരത്തിന്റെ രോഗാവസ്ഥയിൽ നിന്നെല്ലാം മാറി നമുക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ട ആത്മീയ ധൈര്യവും ഉണർവും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നു. പിന്നെ ആരാധകനും ദൈവം മുൻപാകെ അർപ്പിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രമാണ്, താങ്ക്സ് ഗിവിംഗ്. നമ്മുടെ കുർബാനയിൽ നമ്മുടെ പള്ളിയുടെ ആരാധനയിൽ നമ്മൾ താങ്ക്സ് ഗിവിംഗ് കൊടുക്കാറുണ്ട് അല്ലേ? എല്ലാവരും പരസ്പരം കാണാറില്ലേ? നമ്മളെ സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമ്മളെപ്പോഴും, അത് ആർക്കാണേലും, ചെറിയ കുട്ടിക്കാണേലും ഒരു കുഞ്ഞു കുട്ടിക്കാണേലും. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലിയായിട്ട് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനം ആശീർവാദവും എല്ലാം പറയും. അപ്പം ആരെങ്കിലും ഒരാള് വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിലും വേണ്ട, ആരാണെങ്കിലും വേണ്ടില്ല, ഭാര്യയാണോ ഭർത്താവാണോ അമ്മയാണോ, എല്ലാവർക്കും ആ ഇരിക്കുന്നവർക്കെല്ലാം സ്തോത്രം പറഞ്ഞ് അങ്ങനെ ചെയ്ത് വേണം നമ്മൾ ആ പ്രാർത്ഥനയിൽ നിന്ന് മാറാൻ. നമ്മുടെ പ്രാർത്ഥന കഴിക്കുക എന്നുള്ളത് ആ സ്തോത്രം പറയും. പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്നൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു 2 വാക്കെങ്കിലും പറഞ്ഞ് അനുഗ്രഹിച്ച് സ്തോത്രസ്തുതി പറഞ്ഞ് കുഞ്ഞുങ്ങളെ വിടാനും അതുപോലെ നമ്മുടെ യാത്രയിൽ വിടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അതെ, ഞങ്ങൾ മോനടക്കം 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരും ഞങ്ങൾ ബൈബിൾ വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അതുപോലെ യാത്രയ്ക്ക് പോകുന്നത് കുടുംബനാഥന്മാർ ഏറ്റവും അനുഗ്രഹമായിട്ട് സ്ത്രീകളാണ് എപ്പോഴും എല്ലാത്തിനും സഹായിക്കുന്നത്. പക്ഷേ കുടുംബനാഥന്മാർ അതിന് മുന്നിട്ടിറങ്ങണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി, ഒരു സ്തോത്രത്തോടുകൂടി, ഒരു സ്തുതിയോടുകൂടി യാത്ര അയക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പും ധൈര്യമായിരിക്കും. നമ്മളത് മറക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊരു പാദരക്ഷയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. നമ്മളത് യാതൊരു കാരണവശാലും അതിന് നമ്മൾ വേഷം വിചാരിക്കാൻ പാടില്ല. സത്യം പറയുന്നത് അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങളത് ചെയ്യാനായിട്ട് ഉത്സാഹിക്കുക. അതിൻ്റെ അനുഗ്രഹം താനെ നമുക്ക് വരും. ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒത്തിരി യാത്ര. ആ യാത്രയിലെല്ലാം എനിക്കാണ് NH ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്ക് പറയാൻ തോന്നുക, പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും സ്തോത്രത്തിൻ്റെയും സ്തുതികളുടെയും നമുക്ക് കിട്ടുന്ന പ്രതിഫലം അങ്ങനെ നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമുക്ക് എത്ര കഠിനപ്പിച്ച് NH കടക്കാന്ന് പറയുന്നത്, തൃശ്ശൂരൊക്കെ NH കടക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഒരു കാരണവശാലും വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കടൽ പിളർന്ന് തൻ വഴി നടത്തിയിടുന്ന ഒരൊറ്റ പാട്ടോടുന്നു. അത് മനസ്സിലും പാടും ഉറക്കുകയും പാടും. ആ പാടുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയില്ല, ആ പാത നമുക്ക് നിരപ്പാക്കി തരും. ട്രെയിൻ ഇറങ്ങി പോകുമ്പോഴും അതെ, അതുപോലെ തന്നെ ഒത്തിരി ക്രോസിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത് ആ ഒരു കാര്യം. നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു പ്രത്യാശപ്പാട്ട്, നമ്മളൊക്കെ സുരക്ഷിതമായ ഒരു പാട്ട്, അതുപോലെ ബൈബിൾ വായന, അതുപോലെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വഴികളും നമ്മുടെ പാതകളും നമ്മൾ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചിന്തകളിലും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ സൃഷ്ടിയോട് കാണിക്കുന്ന കരുണ, സ്നേഹം, ക്ഷമ, കരുതൽ, ദയ എന്നിവയോടുള്ള പ്രതികരണമാണ്. നമ്മുടെ സ്തോത്ര പ്രാർത്ഥനകൾ, നന്ദി അർപ്പണം, അതുപോലെ സ്തോത്ര കാഴ്ച അർപ്പണം എന്നിവയെല്ലാം സ്തോത്രയാഗമെന്ന യാഗത്തിൽ വരുന്നതാണ്. സ്തുതി സ്തോത്രം മുഖാന്തരം നാം ദൈവത്തെ അവൻ നാമത്തെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കും. അതരഫലം നമ്മളങ്ങനെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ പ്രസാദിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീക്ക് മൂലപദം പറയുന്നുണ്ട്, അനാഫറോ എന്ന് വെച്ചാൽ കൊണ്ടുവരിക, ഉയർത്തുക, സമർപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിലുള്ള ആരാധനയ്ക്ക് സാധ്യമാകുന്നത് എന്തല്ല, ഒരു ആത്മാവിലുള്ള ആരാധനയ്ക്ക് സാധ്യമാകുന്ന ഒരു കാര്യം ഒരു നിർമ്മല മനസാക്ഷി, നല്ല ശുദ്ധമായ ഒരു മനസാക്ഷിയായിരിക്കും. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ കളിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ കളിക്കപ്പെട്ടവർ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടുകൂടി അടുത്ത് ചെല്ലുക. പിന്നെ കൂടാതെ രണ്ടാമത്തേത് വെടിപ്പുള്ള കൈകൾ. വെടിപ്പുള്ള കൈകൾ എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 24:4 കർത്താവിന്റെ തിരുസന്നിധിയിൽ ആരാധിക്കുമ്പോൾ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവരായിരിക്കണം
ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നീണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ നിർത്താം. നിങ്ങൾ വിഷമിക്കുന്ന ഇപ്പൊ തന്നെ നിർത്താം കേട്ടോ. പിന്നെ മൂന്നാമത് വിനയമുള്ള ഹൃദയം. വിനയമുള്ള ഹൃദയം എന്ന് പറയുന്നത് തകർന്നു മുറിഞ്ഞിരിക്കുന്ന മനസ്സാണ്. സങ്കീർത്തനം 51 1 മുതൽ 7. നമുക്കത് എപ്പോഴും നല്ല 51 സങ്കീർത്തനം നമ്മൾ ഈ നോമ്പുകാലത്തും തന്നെയല്ല, നമുക്കത് എപ്പോഴും ചൊല്ലാം, കുടുംബമായിട്ട് ചൊല്ലാം. കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണം. അതുപോലെ 91 സങ്കീർത്തനം നമ്മളത് കുഞ്ഞുങ്ങളെ കാണാപ്പാഠം പഠിപ്പിക്കണം. അതുപോലെ തന്നെ 23 സങ്കീർത്തനം, അതുപോലെ 121. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് സമയത്തും, ഉറങ്ങുന്ന സമയത്തും, യാത്രയിൽ, ഷിപ്പാണെങ്കിലും, എയർപോർട്ടാണെങ്കിലും, വിമാനത്തിലാണേലും, എവിടെയാണേലും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈബിൾ വേണം തന്നെയില്ല. ഇത് നമ്മൾ കാണാതെ നമ്മൾ ചൊല്ലിയിരിക്കും. അതുപോലെ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ, കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായും പേരൻസ് നോക്കിയിരിക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു പേടി, എന്ത് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടാവും. എൻ്റെ കരങ്ങളിൽ ബൈബിൾ ഉണ്ടല്ലോ, സത്യവേദ പുസ്തകം എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പൊ അവർക്കൊരു പേടി. അപ്പൊ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ മുതലേ അത് ശീലിപ്പിക്കണം. ചെറുപ്പം മുതലേ ശീലിപ്പിക്കുന്നതാണ് നമ്മൾ മരണം വരെയും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നാലാമത്തേത് ദൈവഭക്തിയും ദൈവഭയവും വിശ്വാസവും. സങ്കീർത്തനം 89:7. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന് ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് ഭയപ്പെടുവാൻ യോഗ്യനുമാണ്. എബ്രായർ 3:12. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേ. ആകയാൽ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രവും സ്തുതികളിലും എല്ലാം ആത്മാവിൽ ദൈവപ്രസാദവും അതുപോലെ നിറഞ്ഞതും ആയിത്തീരട്ടെ. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളോടും സ്തുതികളോടും ആത്മഗീതങ്ങളോടും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവാൻ നമ്മൾ അത് ഉത്സാഹിക്കണം. അങ്ങനെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം ഭയപ്പെട്ടിരിക്കണം. ഒരു ബൈബിൾ എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ തന്നെയും ബൈബിൾ ഇങ്ങനെ ഈ അലംഭാവമായിട്ട് ബൈബിൾ എടുക്കരുത്. ഇതൊരു സത്യവേദ പുസ്തകമാണ്. ഇത് ഭയഭക്തിയോടുകൂടി ശാന്തമായിട്ട് തുറന്ന് ബൈബിൾ എടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ശീലിക്കണം. നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ വാരി വലിച്ച് ബൈബിൾ എടുക്കരുത്. എപ്പോഴും ഒരു വീട്ടില് നമ്മുടെ മേശപ്പുറത്ത് എപ്പോഴും ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. അതുപോലെ അമ്മമാർക്കാണെങ്കിൽ അവരുടെ അടുക്കളയിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. അവർക്ക് എപ്പം വായിക്കാൻ സമയം കിട്ടുന്നോ, കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബെഡ്റൂമിൽ എപ്പോഴും അവർ പഠിക്കുന്ന ടേബിളിൻ്റെ അവിടെ അവർക്ക് എപ്പോഴും ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. അതുപോലെ അമ്മമാർക്ക് തന്നെ പറഞ്ഞാൽ പറ്റൂലല്ലോ, അച്ഛന്മാർക്കും അതുപോലെ തന്നെ അവരിയ്ക്കുന്ന സ്ഥാനത്ത് അവർ ചെയറും മേശയൊക്കെ ഉണ്ടാവും, അവിടെ ഒരു ബൈബിൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിട്ടുമാറാൻ പറ്റാതെ, നമുക്ക് അധികം പൈസയൊന്നും വേണ്ട ബൈബിൾ വായിക്കാൻ വാങ്ങാനായിട്ട്. ആ ഒരു ബൈബിൾ എന്നുള്ള ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ യാത്രയിൽ എനിക്കൊരു വിശ്വാസം വന്നു. 10ാം ക്ലാസ് മുതൽ എൻ്റെ കയ്യിൽ ഒന്നുകിൽ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബൈബിൾ ഉണ്ടാവും. ഇത് എന്നെ ചുമന്നാൽ ഞാൻ ചുമക്കാമെന്നാണ് ദൈവം പറഞ്ഞത്, അല്ലെ? നമ്മൾ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുമ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കും. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനോടും കൂടെ ദൈവത്തെ ആരാധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടാനായിട്ട് ആരും മടിക്കരുത്. കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരണം. സൺഡേ സ്കൂളാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഒരു മുടക്കം കൂടരുത്. ഇപ്പം കുഞ്ഞുങ്ങൾ നല്ലതുപോലെ ബൈബിളിലേക്ക് അറിയാം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല, എനിക്ക് 5 സൺഡേ സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയത് 5 ആൺകുട്ടികളെ കിട്ടിയത്. ഞാൻ പെൺമക്കളെ വളർത്തിയ ഒരു അമ്മയാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് 5 ആൺകുട്ടികളെ. എനിക്ക് ഭയങ്കര സന്തോഷമായി 5 കുട്ടികളെ കിട്ടിയത്. 5 കുട്ടികൾ ഇന്നും, എല്ലാ കുട്ടികളും ഉണ്ട്, എന്നിരുന്നാൽ തന്നെ എന്നെ സമർപ്പിച്ച 5 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അത് ഇന്നും എൻ്റെ 5 കുഞ്ഞുങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട്, പക്ഷെ എൻ്റെ കരങ്ങളിൽ ഒരു 5 കുഞ്ഞുങ്ങളെ കിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അവർ നല്ല ബാധ്യത കാണുമ്പോൾ നല്ലോണം മുട്ടാനും പറയുന്നുണ്ട്. എല്ലാ കുട്ടികളും മുട്ടാൻ ടീച്ചറെ എങ്ങോട്ടാണെന്ന് ചോദിക്കും. നല്ലൊരു സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ, നല്ല കുഞ്ഞുങ്ങളായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുക. ഇന്നത്തെ കാലത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ, എയ്ഡ്സ് രോഗം കൂടിക്കൊണ്ടുവരുന്നു. അതിൽ ഏജ് കുറഞ്ഞ കുട്ടികളിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവുകയാണ് കുഞ്ഞുങ്ങൾ. അതിലൊന്നും പെടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ
നല്ല ശരിക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കുക, പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ആ രോഗം വന്നു കഴിഞ്ഞാൽ മരണം വരെയും ആ രോഗം അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ ദൈവ ആത്മാവിലത്തെ പൂർണ്ണ ഹൃദയത്തോടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ ഒരു ചെറിയൊരു പാട്ട് പാടാം. കൂടെ പാടുന്നത് പഴയ പാട്ടാണ്. ഞാൻ നോക്കിയപ്പോൾ സ്തുതി സ്തോത്രം കൂടെ ഉൾപ്പെടുന്ന ഒരു പാട്ട് പാടാമല്ലോ എന്നോർത്തു. ഒരു രണ്ടിലെ സ്തുതിച്ചിടുന്നേ ഞങ്ങൾ സ്തുതിച്ചിടുന്നേ, സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ, ഉയരങ്ങളിൽ അവനുന്നതങ്ങളിൽ അത്യുന്നതനെ നിനക്കു സ്തുതി, ഉയരങ്ങളിൽ അവനുന്നതങ്ങളിൽ അത്യുന്നതനെ നിനക്കു സ്തുതി. അത്ഭുതമായവന്റെ ചൊല്ലി വിളിച്ച തൻ പ്രിയ ജനങ്ങളെ സ്തുതിക്കാം സ്തുതിക്കാം സ്തോത്രം ചെയ്യാം, സ്തുതികൾ ജയത്തിൻ ധ്വനികളല്ലോ. സ്തുതിക്കാം സ്തോത്രം ചെയ്യാം, സ്തുതികൾ ജയത്തിൻ ധ്വനികളല്ലോ. എനിക്ക് ഈ സമയം ഇത്രയും വരെയും ദൈവാലയത്തിൽ എല്ലാവരും വചനം കേൾക്കുവാനായിട്ട് തന്ന സമയത്തിനും ആ കൃത്യതയോടുകൂടി കേട്ടതിനും നന്ദി പറയുന്നു. അതുപോലെ ഈ അവസരം ഒരുക്കി തന്ന അച്ഛനോടും കമ്മിറ്റിക്കാരോടും അതുപോലെ എല്ലാ ഫെലോഷിപ്പോടും പ്രത്യേകിച്ചും നമ്മുടെ ശ്രീജന സംഘാംഗങ്ങളോടുള്ള നന്ദിയെ അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാസ്യമായി സ്തുതിപിതാവേ, ഈ സമയത്ത് കർത്താവ് തന്നിരിക്കുന്ന എല്ലാം നല്ല അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. തെറ്റുകളും കുറവുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടപ്പോൾ അതെല്ലാം ക്ഷമിക്കണമേ, അടിയോട് കണ്ണീണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ബലത്തോടും കൂടി ആരാധിക്കുവാൻ, അങ്ങനെ മുഖത്തുപെടുത്തുവാൻ എല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ കാലം എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമുള്ളവരായിരിക്കാൻ സഹായിക്കണമെന്ന് യേശു മുഴുവൻ താഴ്ന്നു കേൾക്കണം പിതാവേ.